നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പോതൈറോയിഡിസത്തെ കുറിച്ചാണ്. ഹൈപ്പോതൈറോയിഡിസത്തെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറ്റിനെ കുറിച്ചാണ്. മെയിനായിട്ട് ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ഹൈപ്പോതൈറോയിഡിസത്തിന് ആവശ്യം, അതുപോലെ തന്നെ ആ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ലാബിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കാം. സാധാരണ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യില്ലേ, അതുപോലെ തന്നെ T3, T4, TSH ഇത് മൂന്നും ടെസ്റ്റ് ചെയ്യിക്കുക. അതുവഴിയാണ് നമുക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫിസിഷ്യനെ കാണിക്കുക. അപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക് അസുഖമുണ്ടോ എന്നുള്ള കാര്യം. ഇനി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഡിസിൻ തരും ഡോക്ടേഴ്സ്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുക്കാം. അത് കൂടാതെ മെഡിസിൻ മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾക്കൊരു ഡയറ്ററി സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ ഈ മെഡിസിൻ ഒന്നും നിങ്ങളുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് മിക്കവരുടെയും തൈറോയിഡ് അങ്ങനെ ക്യൂർ ആവാത്തത്. കാരണം മെഡിസിൻ മാത്രം എടുക്കും, പക്ഷേ ഡയറ്റ് ശ്രദ്ധിക്കില്ല. ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ അയഡിൻ. അയഡിൻ തൈറോയിഡ് ഫംഗ്ഷന് വളരെ അത്യാവശ്യമാണ്. ഇന്ന് അയോഡൈസ്ഡ് സോൾട്ട് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അയഡിൻ്റെ ഡെഫിഷ്യൻസി അങ്ങനെ വരാനായിട്ട് വലിയ വഴിയില്ല. ബാക്കി സീ ഫുഡ്സ്, അതായത് മത്സ്യങ്ങൾ, കക്ക ഇറച്ചി, അങ്ങനെ ഓയിസ്റ്റേഴ്സ്, ഇതുപോലെയുള്ള സീ ഫുഡ്സിലൊക്കെ അയഡിൻ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് സെലിനിയം. സെലിനിയം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷനിങ്ങിന് വളരെ അത്യാവശ്യമാണ്. സെലിനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനം സ്പിനാച്ച്, അതായത് പച്ച നിറത്തിലുള്ള ഇലവർഗ്ഗങ്ങളിലെല്ലാം തന്നെ സെലിനിയം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നട്ട്സ് എന്ന് പറയുമ്പോൾ പീനട്ട്, ബ്രേസിൽ നട്ട്, കാഷ്യൂ നട്ട്, ബദാം, ഇതിലൊക്കെ കൂടുതലായിട്ട് സെലിനിയം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓട്സിൽ നന്നായിട്ട് സെലിനിയം ഉണ്ട്. മത്സ്യങ്ങളിൽ പറയുകയാണെങ്കിൽ സാർഡൈൻ, മത്തിയിൽ നന്നായിട്ടുണ്ട്, ചൂരയിൽ നന്നായിട്ടുണ്ട്. ചൂരയൊക്കെ വളരെയധികം മെഡിസിനലായിട്ടുള്ളൊരു ഫിഷാണ് കേട്ടോ. ഒരുപാട് ന്യൂട്രിയൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫിഷാണ് ഈ ചൂര എന്ന് പറയുന്നത്. അത് റെഗുലറായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ തന്നെ ഇതുപോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ലഭിക്കും. ഒമേഗ 3 ഒക്കെ നന്നായിട്ടുണ്ട് ഈ ചൂരയിൽ. അപ്പോൾ റെഗുലറായിട്ട് അത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പയറുവർഗ്ഗങ്ങളിൽ ധാരാളമായിട്ട് സെലിനിയം അടങ്ങിയിട്ടുണ്ട്, ധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ആഹാര സാധനങ്ങളിലും ചെറിയ എമൗണ്ടിലാണെങ്കിലും സെലിനിയം അടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് സിങ്ക് നന്നായിട്ട് പംകിൻ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് മത്തക്കുരു നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം കേട്ടോ. മത്തങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് കുരു റിമൂവ് ചെയ്തിട്ട് അതൊന്ന് ഉണക്കിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് വറുത്തെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സിങ്ക് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമേഗ 3 നന്നായിട്ടുണ്ട് ഈ മത്തക്കുരുവിൽ. അത് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. നട്ട്സ്, കാഷ്യൂ നട്ടിൽ നന്നായിട്ടുണ്ട്, ബദാമിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഓയിസ്റ്റേഴ്സിൽ, ബീഫ്, ലെൻറ്റിൽസ്, അതായത് പയറുവർഗ്ഗങ്ങളിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ക്രാബ്, ഞണ്ടിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് അയൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അനീമിയ, വിളർച്ചയായിരിക്കും ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ വിളർച്ചയ്ക്കും അയൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷനിങ്ങിനും അയൺ അത്യാവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് തന്നെയാണ്. അയൺ അടങ്ങിയിട്ടുള്ള ആഹാര സാധനം ഈന്തപ്പഴത്തിൽ അയൺ ഉണ്ട്. അതുപോലെ മാതളം യൂസ് ചെയ്യാവുന്നതാണ്. ബീട്രൂട്ടിൽ നന്നായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. പച്ച നിറത്തിലുള്ള ഇലവർഗ്ഗങ്ങളിലൊക്കെ അയൺ അടങ്ങിയിട്ടുണ്ട്. ആശാളി അയണിൻ്റെ നല്ലൊരു സോഴ്സാണ്. വാഴക്കൂമ്പിൽ അയൺ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. വീറ്റ് ഗ്രാസ് ജ്യൂസ്, അതായത് ഗോതമ്പ് നമ്മൾ മൈക്രോഗ്രീൻസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ഇല വരുമ്പോഴത്തേനും അത് കട്ട് ചെയ്തെടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് യൂസ് ചെയ്യുന്നത് അയൺ നന്നായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അത് സഹായകരമാവും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ ഒക്കെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ വീറ്റ് ഗ്രാസ് ജ്യൂസ് എന്ന് പറയുന്നത്. കറുത്ത കടലയിലും നന്നായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. വാഴക്കൂമ്പില്ലേ, വാഴക്കൊടപ്പൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അപ്പോൾ വാഴക്കൂമ്പിലും ധാരാളം ആയിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. റാഗി, കമ്പം തുടങ്ങിയ മില്ലറ്റ്സിലും അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയണിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അയണിൻ്റെ ഇരുമ്പിൻ്റെ വെസൽസിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അയണിൻ്റെ ഡെഫിഷ്യൻസി അധികം ഉണ്ടാവില്ല. പണ്ടുള്ളവരൊക്കെ ഇരുമ്പിൻ്റെ പാത്രങ്ങളിലായിരുന്നു കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കൊന്നും അയണിൻ്റെ ഡെഫിഷ്യൻസി അങ്ങനെ ഉണ്ടാവാറുണ്ടായില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ. കൂടുതൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയണിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ കൂടി വന്നു. അതുകൂടാതെ നമ്മുടെ ഫുഡ് ഹാബിറ്റും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റാണ് മഗ്നീഷ്യം. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയും. അതായത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ തൈറോയിഡ് ഗ്ലാൻഡിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഉള്ള ഒരു അസുഖമാണ് ഈ ഹാഷിമോട്ടോസ് എന്ന് പറയുന്നത്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായകരമാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന ന്യൂട്രിയൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഷിമോട്ടോസ് ഉള്ളവർക്ക് മഗ്നീഷ്യം റിച്ച് ആഹാര സാധനങ്ങൾ വളരെ നല്ലതാണ് കഴിക്കുന്നത്. മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് ലെൻറ്റിൽസ്, അതായത് പയറുവർഗ്ഗങ്ങളിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്, സ്പിനാച്ചിൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ സീ ഫുഡ്സിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം നട്ട്സിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അവക്കാഡോ നല്ലൊരു സോഴ്സ് ആട്ടോ മഗ്നീഷ്യത്തിൻ്റെ. അപ്പോൾ ഇതൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അങ്ങനെ ഉണ്ടാവില്ല. ഇത്രയും ന്യൂട്രിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തൈറോയിഡിസത്തിന്. അതുപോലെ തന്നെ തൈറോയിഡിസം ഉള്ളവർ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ സ്ഥിരമായിട്ട്. ഈ തൈറോയിഡിൻ്റെ ടാബ്ലറ്റിൻ്റെ അബ്സോർപ്ഷനെ ചില ന്യൂട്രിയൻസ് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ കാൽഷ്യം സപ്ലിമെൻ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തൈറോയിഡ് ടാബ്ലറ്റിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യരുത്. കാൽഷ്യം റിച്ച് ആഹാര സാധനങ്ങളും തൈറോയിഡ് ടാബ്ലറ്റ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് തൈറോയിഡ് ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കാൽഷ്യം റിച്ച് ആഹാര സാധനങ്ങളോ കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റോ ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്രോമിയം ഇപ്പോൾ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ക്രോമിയത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ടാബ്ലറ്റ്സുകൾ ഒരിക്കലും തൈറോയിഡിൻ്റെ ടാബ്ലറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാം. കാൽഷ്യവും ക്രോമിയവും ഒക്കെ തന്നെയും തൈറോയിഡ് ടാബ്ലറ്റിൻ്റെ അബ്സോർപ്ഷനെ ബാധിക്കും. അത് പ്രോപ്പറായിട്ട് ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള, അതായത് കാൽഷ്യവും ക്രോമിയവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ടാബ്ലറ്റ്സും ഒക്കെ തൈറോയിഡ് ടാബ്ലറ്റിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആഹാര സാധനങ്ങളാണ് ഒഴിവാക്കേണ്ടത്? മെയിനായിട്ട് ക്രൂസിഫറസ് വെജിറ്റബിൾ, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, റാഡിഷ്, ബ്രോക്കോളി തുടങ്ങിയ ആഹാര സാധനങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡയറ്റ് എപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് അത്യാവശ്യമാണ്. യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രെസ്സിനെ എപ്പോഴും മാനേജ് ചെയ്ത് നിർത്താം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പറായിട്ട് നടക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ഒരു കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ teenasudeer@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉടനെ മറുപടി തരാം കേട്ടോ. നന്ദി, നമസ്കാരം.